ഹലോ ഗായ്സ്, അങ്ങനെ ഒരു പുതിയ സ്പെഷ്യൽ ചിക്കൻ കറിക്കുള്ള തയ്യാറെടുപ്പിലാണ്. വറുത്തരച്ച ചിക്കൻ കറി. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. കുരുമുളക്, മല്ലി, മുളക്, പെരിഞ്ചീരകം, 2 ഏലക്കായി, ആവശ്യത്തിന് കറുവപ്പട്ട, 2-3 പീസ് കറുവപ്പട്ട. ഇതെല്ലാം കൂടെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കുക. ഓക്കെ, ചിക്കനിക്കുള്ള സാധനമാണ് കേട്ടോ. ഇത്ര എടുത്തിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ 3 കിലോ ചിക്കനുള്ള സാധനമാണ്, അതുകൊണ്ടാണ് ഇത്ര എടുത്തിരിക്കുന്നത്. ആൾക്കാർ വിചാരിക്കുന്നത് എത്ര എടുത്തിരിക്കുന്നതാണ്, പക്ഷേ 3 കിലോ ചിക്കനുള്ളതാണ്. ഓക്കെ, ഹലോ ഗായ്സ്, അങ്ങനെ അതാ അടുത്തത് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചെറിയുള്ളി, ഒരു 3 സവോള, കുറച്ച് ഇഞ്ചി. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് അടുത്തത് ചേർത്താനുള്ളത്. ഇതൊക്കെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് വരാം. ഗായ്സ്, അപ്പം നമ്മൾ നേരത്തെ കഴുകി വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, ഇത് 3 കൂടെ ഒന്ന് ചതച്ചിട്ട് വന്നതാണ് കേട്ടോ. ഗായ്സ്, അങ്ങനെ നമ്മളൊരു 3 കിലോ ചിക്കൻ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ മസാല ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് അരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് ചേർത്താം. ഇപ്പോൾ നേരത്തെ അരച്ച് വെച്ച മസാലയാണ് കേട്ടോ, അരപ്പ് വറുത്തരച്ചത്, മല്ലി, ഇതെല്ലാം കൂടെ ഉള്ളത്. കുറച്ച് വെളുത്തുള്ളി അരച്ച് വെച്ചത്, അടുത്ത കുറച്ച് ഇഞ്ചി, കുറച്ച് ചെറിയ ഉള്ളി ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതാട്ടോ, അതും വറുത്തരച്ചത്, ചെറിയ ഉള്ളി, എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഒരു മണിക്കൂറൊക്കെ വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. നമ്മളിപ്പോൾ 1/2 മണിക്കൂർ വയ്ക്കുക തൽക്കാലം. ഓക്കെ, നല്ല സെറ്റപ്പാണ് അരപ്പ്. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ആക്കിയിട്ട് അടിപൊളിയായിട്ട് നല്ലോണം തിരുമ്പി കുഴയ്ക്കുക. അതാ നല്ല സെറ്റാക്കിയിട്ട്, ഓക്കെ, നല്ല സെറ്റായിട്ട് കുഴച്ചിട്ട് 1/2 മണിക്കൂർ മാക്സിമം വയ്ക്കുക കേട്ടോ. സൂപ്പറായിരിക്കും. അപ്പോൾ അരപ്പ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലായ. അരപ്പ് വന്നിട്ട് പച്ചമല്ലി, വറ്റൽമുളക്, കുറച്ച് കരിവേപ്പില, ഒരു 3-4 കഷ്ണം കറുവപ്പട്ട, 2-3 ഗ്രാമ്പു, 2 ഏലക്കായ, ഇതെല്ലാം കൂടെ നമ്മൾ ഇതിൽ കൂടെ ഇട്ട് വറുത്താണ്. കുറച്ച് പെരിഞ്ജീരകം, 1 സ്പൂണ് പെരിഞ്ജീരകം, 1 സ്പൂണ് നല്ല ജീരകം, ഇതെല്ലാം കൂടെ നല്ലോണം ചൂടാക്കിയതിന് ശേഷം വറുത്ത് നമ്മൾ ഒന്ന് മിക്സിയിൽ നല്ലോണം ഒന്ന് അരച്ചെടുത്ത കേട്ടോ. അങ്ങനെ കാണുന്ന അരപ്പാണത്. ഓക്കെ, സെറ്റ്. ഓക്കെ, അത് കഴിഞ്ഞ് 1/2 മണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കറി അടുപ്പത്ത് കയറ്റാം. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ നേരത്തെ എല്ലാം റെഡിയാക്കി വെച്ചിരുന്ന ചിക്കൻ കറി തിളച്ച് റെഡിയായി കഴിഞ്ഞു. ഏകദേശം റെഡിയായി, കലാസ് കോട്ടിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ഒരു ചെറിയൊരു ഫിനിഷിങ് വർക്കും കൂടെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉലുവ പൊട്ടിക്കുന്നുണ്ട്. അത് വേറെ ഒരു ടേസ്റ്റാണ് ഉലുവ. കുറച്ച് ഉലുവ പൊട്ടിച്ചത് അങ്ങനെ അതിൽ ഒഴിക്കുന്നുണ്ട്. ഉലുവ വറക്കുന്നു. അത് കഴിഞ്ഞ് നേരെ കുറച്ച് മല്ലിച്ചെറ്റും കൂടെ അതിൽ വേറെ ഇടുന്നു. ഓക്കെ, അങ്ങനെ നമ്മുടെ ചിക്കൻ വറുത്തരച്ച ചിക്കൻ കറി റെഡി. ഓക്കെ ഗായ്സ്, എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. ബൈ ബൈ, ടാറ്റാ.